സിറ്റിംഗ് MLA രാജിവെച്ചതിനെ തുടർന്ന് നിലമ്പൂർ മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFിലെ ആര്യടൻ ഷൗക്കത്ത് വിജയിക്കുകയായിരുന്നു. കോൺഗ്രസ് പ്രതിനിധിയായ ഷൗക്കത്തിന് 77,737 വോട്ടും LDF സ്ഥാനാർത്ഥി CPIMലെ M സ്വരാജിന് 66,660 വോട്ടും ലഭിക്കുകയായിരുന്നു. അങ്ങേയറ്റം വാശിയും വീറും പ്രകടമായ പ്രചാരണത്തിന് ശേഷമായിരുന്നു വോട്ടെടുപ്പ്. ഈ പ്രചാരണത്തിൽ സംസ്ഥാന സർക്കാരിനോ LDFിനോ എതിരായ വികാരമൊന്നും പ്രകടമായിരുന്നില്ല എന്ന് പൊതുവെ അംഗീകരിക്കപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. തുടർച്ചയായി പ്രതിപക്ഷത്തിൽ ഇരിക്കേണ്ടി വരുന്നതിൽ UDFിനുള്ള അസ്വസ്ഥതയും വേവലാതിയും ഒക്കെ ആശങ്കയും ഒക്കെ അവരുടെ പ്രചാരണത്തിൽ ദൃശ്യമായിരുന്ന ഒരു കാര്യമാണ്. പരമ്പരാഗതമായി UDFിനോട് കാര്യമായ ചായ്വ് കാട്ടുന്ന മണ്ഡലത്തിൽ കഴിഞ്ഞ 2 തവണയും LDF പിന്തുണച്ച സ്വതന്ത്രൻ PV അൻവർ തന്നെയാണ് വിജയിച്ചു വന്നത്. അൻവർ അദ്ദേഹത്തിൻ്റെതായ കാരണങ്ങളാൽ LDFിനോട് രാഷ്ട്രീയ വഞ്ചന കാട്ടി. ആ സാഹചര്യത്തിലാണ് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വീണ്ടും വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. ഓരോ തെരഞ്ഞെടുപ്പ് ഫലത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു പ്രസക്തിയാണുള്ളത്. അൻവർ 2016 11,504 വോട്ടിൻ്റെയും 2021 2,700 വോട്ടിൻ്റെയും ഭൂരിപക്ഷത്തിലാണ് ജയിച്ചിട്ടുണ്ടായിരുന്നത്. അതേസമയം ഏതാനും മാസങ്ങൾക്ക് മുമ്പേ നടന്ന വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായ പ്രിയങ്ക ഗാന്ധിക്ക് നിലമ്പൂരിൽ 60,132 വോട്ടിൻ്റെ ഭൂരിപക്ഷം ലഭിച്ചിട്ടുമുണ്ടായിരുന്നു. ഇപ്പോൾ മണ്ഡലത്തിൽ UDFിൻ്റെ ഭൂരിപക്ഷം 11,077 വോട്ടായി കുറഞ്ഞിരിക്കുകയാണ്. മതരാഷ്ട്രവാദികളായ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഉപതെരഞ്ഞെടുപ്പിൽ UDF ആവേശപൂർവ്വം സ്വീകരിച്ചിട്ടും ഉണ്ടായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ജമാഅത്തെ ഇസ്ലാമി തങ്ങളെ സഹായിച്ചിരുന്നല്ലോ എന്നാണ് ഇതിനോട് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം തന്നെ. ജമാഅത്തെ ഇസ്ലാമിക്ക് UDFിൽ സ്ഥിരം അംഗത്വം നൽകുമോ എന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത്. മറുവശത്ത് LDF വിജയം തടയാൻ BJPക്കാർ അവരുടെ വോട്ടുകൾ UDFിന് മറിച്ച് നൽകിയതായി NDA സ്ഥാനാർത്ഥി തന്നെ വെളിപ്പെടുത്തിയ കാര്യവുമാണ്. കേരളത്തോട് മോദി സർക്കാർ കാട്ടുന്ന അനീതിയെ ന്യായീകരിക്കുന്ന UDFിനോട് BJPക്ക് അടുപ്പം തോന്നുന്നത് സ്വാഭാവികം മാത്രം. ഇത്തരത്തിൽ ഒരു മഴവിൽ സഖ്യമാണ് LDFിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത്. UDFിന് അഭിമാനിക്കാൻ വക നൽകുന്ന വിജയമായി ഇതിനെ കാണാൻ ഒരിക്കലും കഴിയുകയുമില്ല. വിജയത്തിന് അവകാശികൾ പലരും വരും. സംശുദ്ധ രാഷ്ട്രീയത്തിൽ ഉറച്ചു നിന്ന് തികച്ചും മതനിരപേക്ഷമായ പ്രചാരണ രീതിയാണ് LDF പിന്തുടർന്നിട്ടുണ്ടായിരുന്നത്. ജയിച്ചാലും തോറ്റാലും വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്ന് LDF പ്രഖ്യാപിച്ചിട്ടുമുണ്ടായിരുന്നു. ജനങ്ങളെയും നാടിനെയും ബാധിക്കുന്ന വിഷയങ്ങൾ മുന്നോട്ട് വെച്ചു. UDF സൃഷ്ടിക്കാൻ ശ്രമിച്ച വിവാദങ്ങൾക്ക് പിന്നാലെ LDF പോയതുമില്ല. പക്വവും സൂക്ഷ്മവുമായ രാഷ്ട്രീയ നിലപാടും വികസന കാഴ്ചപ്പാടും അവതരിപ്പിച്ച LDFിന് പതറേണ്ട സാഹചര്യം ഒന്നും തന്നെ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നില്ല. ബലം നൽകുന്നതും LDFിൻ്റെ രാഷ്ട്രീയ അടിത്തറ ഭദ്രമാണ് എന്നുള്ള ഒരു സന്ദേശം തന്നെയാണ്. അത് മാത്രമാണ്. ജയപരാജയങ്ങൾക്ക് അനുസൃതമായി മാറ്റിമറിക്കാൻ കഴിയുന്നതല്ല പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ അടിസ്ഥാന നിലപാടുകൾ. അതേസമയം നയസമീപനങ്ങൾ നടപ്പാക്കുന്നതിൽ പ്രായോഗിക തലത്തിൽ വീഴ്ചകൾ ഉണ്ടെങ്കിൽ അവ പരിശോധിക്കുമെന്ന് LDF നേതൃത്വം വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെയോ നിയമസഭാ തെരഞ്ഞെടുപ്പിനെയോ ആഴത്തിൽ സ്വാധീനിക്കാനുള്ളതൊന്നും തന്നെ അല്ല നിലമ്പൂർ ബലം. ഇടത് ജനാധിപത്യ മുന്നണിക്ക് തുടർഭരണം ഉറപ്പാക്കാൻ അനുകൂല പശ്ചാത്തലം സംസ്ഥാനത്ത് ഉടനീളം നിലനിൽക്കുന്നുമുണ്ട്. LDF സർക്കാരിന്റെ വികസന നേട്ടങ്ങളോ ക്ഷേമ പദ്ധതികളോ റദ്ദാക്കുന്നില്ല. വർഗീയ കലാപങ്ങൾ ഇല്ലാത്ത സംസ്ഥാനം എന്ന ഖ്യാതി ഇല്ലാതാക്കുന്നില്ല. മഹാമാരിയെയും പ്രകൃതി ദുരന്തങ്ങളെയും ഒത്തൊരുമയോടെ അതിജീവിക്കുന്നതിന് നേതൃത്വം നൽകിയ സർക്കാരിന്റെ മികവ് അനിഷേധ്യമായി കൺമുന്നിൽ നിൽക്കുക തന്നെയാണ്. അതേസമയം 3.5 ദശകമായി രാജ്യത്ത് നടപ്പാക്കുന്ന നവ ഉദാരവൽക്കരണ നയങ്ങൾ കേരളീയ സമൂഹത്തിൽ ചെലുത്തുന്ന സ്വാധീനം പ്രതിരോധിക്കാൻ സാംസ്കാരികവും സാമൂഹികവും രാഷ്ട്രീയവുമായ ജാഗ്രത കൂടുതൽ ശക്തമായി തുടരുകയും വേണം. നിരന്തരം വ്യാജ പ്രചാരണങ്ങൾ വഴി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന സത്യാനന്തരകാല രാഷ്ട്രീയ പ്രവർത്തന ശൈലി കേരളത്തിൽ വിജയം നേടുന്നത് ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല.